ക്വസ്റ്റ്യൻ നോക്കാം. എന്നാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എം ഫോർ വിച്ച് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആർ. ഇനി ഓരോന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ പോസിറ്റീവ് ആവും. ദാറ്റ് മീൻസ് നമ്മൾ ഇതിങ്ങനെ ഇത് അപ്വേർഡ് പാരബോളിക് ബിക്കോസ് ഇത് 1 ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0. ശരി, ഇനി ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. ദാറ്റ് മീൻസ് ഐ കുഡ് സേ ദാറ്റ് എഫ് ഓഫ് സി ദാറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താണ് പറയാൻ പറ്റാൻ -b/2a ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും അല്ലേ, പറയാൻ പറ്റും. കാരണം റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ആർ പോസിറ്റീവ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ ഇതാണ്. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക, ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതും പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഈ പറഞ്ഞ മൂന്ന്, ഒന്ന് എഫ് ഓഫ് 0 പോസിറ്റീവ്, അപ്പം ഇവിടെ 0 ഇട്ട് കൊടുത്താൽ ദാറ്റ് മീൻസ് എം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഈ 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊന്ന് നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ജസ്റ്റ് ഇത് വരക്കാം. ഓക്കെ, അപ്പോൾ 0 ആണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക റൂട്ട്സ് അല്ലേ, 0ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 0 എന്താണ്, അതിവിടെയും പോസിറ്റീവ് തന്നെയാണ് കാണുന്നത് അല്ലേ. കാരണം നോക്കി നോക്കുക, എഫ് ഓഫ് 0 പോസിറ്റീവ് ആയിട്ട് വരുന്നത്. സോ എഫ് ഓഫ് 0 മേ ബി പോസിറ്റീവ് ആവാം. ഓക്കെ, പിന്നെ എന്താ പറയാൻ പറ്റുക, പിന്നെ ഓക്കെ -b/2a അത് 0നേക്കാളും ചെറുതാന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, പിന്നെ വേറെ കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവണം അല്ലേ, ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ആ 3 കണ്ടീഷൻസ് കൂടി അപ്ലൈ ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി മൂന്നാമത്തെ സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് പോസിറ്റീവ്. അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും പോസിറ്റീവ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗ്രാഫ് ഇങ്ങനെ വരക്കാം. 0, അപ്പോൾ ഒരാളെങ്കിലും പോസിറ്റീവ് ആവണം. അപ്പോൾ എങ്ങനെയാവാം, ഒന്ന് ഇങ്ങനെ ആവാം, കറക്റ്റാണ്. അപ്വേർഡ് പാരബോളിയാണ്, കാരണം 1 ആണ്. എന്ത് ഇത് 1 ആയതുകൊണ്ട് അപ്വേർഡ് പാരബോളിയാണ്, ഒബ്വിയസ് ആണ്. ശരി, ഇങ്ങനെ ആവാം. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് പോസിറ്റീവാണ്. ഓക്കെ, ഇനി പിന്നെ എങ്ങനെ എന്താവാൻ പറ്റുക, ഒരു റൂട്ട് 0 ആയിക്കൂടെ, ഒരു റൂട്ട് 0വും ഒരു റൂട്ട് പോസിറ്റീവ് ആവാം, അതിനും കുഴപ്പമില്ല. ഒരു റൂട്ട് 0 ഒരു റൂട്ട് പോസിറ്റീവ്, അതിനൊരു സാധ്യതയുണ്ട്. ഇനി എന്താ അറ്റ്ലീസ്റ്റ് എന്നല്ല പറയുന്നത്, അറ്റ്ലീസ്റ്റ് 1 പോസിറ്റീവ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട്, അത് മറക്കരുത്. അങ്ങനെ ആകുമ്പോൾ രണ്ടുപേരും പോസിറ്റീവ്. ഈ 3 കേസസ് ഉണ്ട്. ഈ 3 കേസിൽ എനിക്ക് എന്താ പറയാൻ പറ്റും, ഇവിടുന്ന് പറയാൻ പറ്റും, ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റും എന്താണ്, എഫ് ഓഫ് 0 അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എഫ് ഓഫ് 0 ഇട്ട് കൊടുക്കുക, അത് എം ആണ്. സോ എം നെഗറ്റീവ് ആണെന്നുള്ളൊരു കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാൻ പറ്റുക, -b/2a അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത് ഇവിടെ പ്രത്യേകിച്ച് ഇൻഫോർമേഷൻ. പിന്നെ ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ എന്തായാലും ഇത് നെഗറ്റീവ് ആണെങ്കിൽ മോൾ തട്ടാണ്ട് നിൽക്കില്ല. സോ ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0ൻ്റെ ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ ഈ കേസ് നോക്കാം ആദ്യം. ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 0 അത് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് എം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ പറയാൻ പറ്റുക, -b/2a ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. -b/2a എത്രയാണ്, 3 മൈനസ് എം ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എം ദാറ്റ് ഈസ് ലെസ് ദാൻ 3 എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താണ് ഇവിടെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റും, ഡിസ്ക്രിമെൻറ്റ്. ഓക്കെ ഫൈൻ, ഡിസ്ക്രിമെൻറ്റും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമെൻറ്റ് എത്രയാണ്, b² ദാറ്റ് ഈസ് m² മൈനസ് 6m പ്ലസ് 9 മൈനസ് 4m ദാറ്റ് ഈസ് m² മൈനസ് 10m പ്ലസ് 9 ദാറ്റ് ഈസ് എന്താ പറയേണ്ടത്, അത് ഗ്രേറ്റർ ദാൻ 0 ആണോ, ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം അല്ലേ, കാരണം മേ ബി ഇങ്ങനെ ടച്ച് ചെയ്തിട്ടും പോവാം, അതിനും സാധ്യതയുണ്ട്. അവിടുന്ന് എം ഇതാവാം. പിന്നെ അതുമാത്രമല്ല എം ഇതും കൂടി ആവണം. ഓക്കെ, അതുമാത്രമല്ല എം ഇതും കൂടി ആവണം ഈ പറഞ്ഞ കേസ്, രണ്ടാമത്തെ കേസിന്. അങ്ങനെ ആകുമ്പോൾ ഇത് 3 ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ, ഒന്ന് 1 9 ഈ ഒരു ഏരിയയിൽ 1 ഇൻക്ലൂഡ് ആണ്. അതേപോലെ 9 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. പിന്നെ എന്താ വേണ്ടത്, എം 3നേക്കാളും ചെറുതാണ്. സോ എം 3നേക്കാളും ചെറുതാണ്. പിന്നെ എം 0നേക്കാളും വലുതാണ്. സോ എം 0നേക്കാളും വലുതാണ്. ഇത് 3 ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണ് 0 മുതൽ 1. പിന്നെ നമ്മൾ മൂന്നാമത്തെ കേസായിട്ടുള്ളത് എഫ് 0ന് തട്ടിയിട്ടുള്ള ആ ഒരു പോയിന്റ്. ഓക്കെ, ആ എഫ് 0 ആയിട്ട് തട്ടിയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 0 അത് 0 എന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റുക, പിന്നെ -b/2a അതിനെപ്പറ്റി പറയാൻ പറ്റും. -b/2a അത് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. ഈക്വൽ ടു 0 പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും അല്ലേ, അത് നമുക്ക് ഇൻക്ലൂഡഡ് അല്ലല്ലോ. നമ്മളോട് ജസ്റ്റ് കാരണം വെച്ചാൽ ഈ ഒരു ഇതാകുമ്പോൾ ഇത് 0 ആണ്, റൂട്ട് എന്ന് ഒറ്റ റൂട്ട് 0 ഉള്ളൂ, പക്ഷേ വേറെ റൂട്ടും ഇല്ല. പക്ഷേ അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും പോസിറ്റീവ് ആവണം, അതുകൊണ്ട് അത് പറ്റത്തില്ല. അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഡി ഗ്രേറ്റർ ദാൻ 0 ആവും, കാരണം വെച്ചാൽ ഇത് 0 ആണെന്ന് വിചാരിച്ചോ. ഡി ഗ്രേറ്റർ ദാൻ 0യുടെ ആവശ്യമില്ല എന്ന് സാർ ആക്ച്വലി പറഞ്ഞു. കാരണം വെച്ചാൽ എന്താ ആവശ്യമില്ലല്ലോ, കാരണം എന്തായാലും ഇവിടെ തട്ടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് അത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ആ ഒരു കണ്ടീഷൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഈ ഡി ഗ്രേറ്റർ ദാൻ 0 എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ആ 3 കണ്ടീഷൻ ചെയ്തിട്ട് കേസസ് എല്ലാം യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത സച്ച് ദാറ്റ് അടുത്തത് അത് കഴിഞ്ഞു. ഇനി 1 റൂട്ട് ഈസ് സ്മോൾ ദാൻ 2 ആൻഡ് അതർ റൂട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 2.
ഇപ്പോൾ ഒരു റൂട്ട് 2-നേക്കാളും ചെറുതാണ്, അടുത്ത റൂട്ട് 2-നേക്കാളും വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഉണ്ടാവാൻ അല്ലേ, റൂട്ട് 2-നേക്കാളും വലുത്. ഓക്കെ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും f(2) അത് നെഗറ്റീവാണെന്ന് പറയാൻ പറ്റും. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എമ്മിനെ പറ്റി പറയാൻ പറ്റില്ല. ഡി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ താഴോട്ടേക്ക് നെഗറ്റീവ് എന്നിട്ട് മുകളിലോട്ട് എന്തെങ്കിലും അപ്പോഴ് പരപോലെ തട്ടാണ്ടിരിക്കില്ല. അപ്പോൾ f(2) എന്ന് പറഞ്ഞാൽ എത്രയും നമ്മൾ കണ്ടെത്തിയത്. f(2) കണ്ടെത്തിയിട്ടില്ല, നോക്കാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് 10 - m ദാറ്റ് ഈസ് ലെസ് ദാൻ 0. സോ m ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന രീതി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും m 10 മുതൽ ഇൻഫിനിറ്റി വരെ. അത്ര ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ബോത്ത് റൂട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ 2f ആൻഡ് എന്തെങ്കിലും ഗ്രേറ്റർ ദാൻ 2 ബോത്ത് റൂട്ട്സ് ആർ സ്മോളർ ദാൻ 2. ഓക്കെ, അപ്പോൾ 2f ഇത് അറിയാണ്ടായിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ബോത്ത് റൂട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ, ഇത് അപ്പേർഡ് പാരബോളയാണ്. അപ്പോൾ രണ്ട് റൂട്ട്സും 2-നേക്കാളും വലുതാണ്. ഓക്കെ, ഇത് സംഭവിച്ചാൽ ഇതില്ല, ഇത് എഫ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇത് എഫ് ക്വസ്റ്റ്യനാണ്, പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അല്ലാണ്ട് അതൊന്നും വേറെ ഒന്നുമല്ല, രണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ആട്ടെ. ഇത് എഫ്, ഇത് ഇ, അങ്ങനെ. സോ ബോത്ത് റൂട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ രണ്ട് റൂട്ട്സും 2-നേക്കാളും വലുതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, f(2) ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. പിന്നെ -b/2a അതെന്താണ്, അത് ഗ്രേറ്റർ ദാൻ 2 ആണ് സ്വാഭാവികമായിട്ടും. പിന്നെ എന്താ പറയാൻ പറ്റുക, പിന്നെ നമുക്ക് പറയാൻ പറ്റും d ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അല്ലേ. കാരണം വെച്ചാൽ f(2) പോസിറ്റീവ് ആണ്, ഈവൻ തോ ഇങ്ങനെയാണെങ്കിലും പോസിറ്റീവ് തന്നെയല്ലേ. പിന്നെ ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ടും പോവാം മേ ബി. ഓക്കെ, അപ്പോൾ f(2) ഞാൻ ഇപ്പം കണ്ടെത്തിയുള്ളൂ, ദാറ്റ് ഈസ് 10 - m ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ m ഷുഡ് ബി ലെസ് ദാൻ 10. പിന്നെ -b/2a എനിക്ക് തോന്നുന്നു m-3/2 അതാണ്, അത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ m-3 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4 ആൻഡ് m ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 7 എന്ന് കിട്ടും. ഓക്കെ, അതായി. പിന്നെ d ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. d എത്ര ആയിരുന്നു ഡിസ്ക്രിമിനൻറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് -∞ മുതൽ 1 വരെ യൂണിയൻ 9 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്ത് നോക്കാം. m 7-നേക്കാൾ വലുതാണ്, m 10-നേക്കാളും ചെറുതാണ്. അതുമാത്രമല്ല m ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 9 മുതൽ 10 വരെ തോന്നുന്നു, 9 ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. സോ 9 മുതൽ 10 വരെ എന്നുള്ളതായിരിക്കും. ഓട്ടെ, ഓക്കെ, അതും കിട്ടി. ഇനി അടുത്ത എന്താണ്, അടുത്ത എഫ് ക്വസ്റ്റ്യൻ. ബോത്ത് റൂട്ട്സ് ആർ സ്മോളർ ദാൻ 2. രണ്ട് റൂട്ട്സും 2-നേക്കാളും ചെറുതാണ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ രീതിയിൽ. ഓക്കെ, ഇവിടെ എന്താ പറയാൻ പറ്റുക, f(2) അത് വീണ്ടും പോസിറ്റീവ് തന്നെയാണ്. പിന്നെ -b/2a അത് 2-നേക്കാളും ചെറുതാണ്. പിന്നെ d ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഒന്നുകൂടി സെയിം അപ്ലൈ ചെയ്താൽ മതി. അടുത്ത് നമുക്ക് നോക്കാം, ബോത്ത് റൂട്ട്സ് ലൈസ് ഇൻ ദി ഇൻ്റർവെൽ അല്ല, അടുത്ത എക്സാക്ട്ലി 1 റൂട്ട് ലൈസ് ഇൻ ദി ഇൻ്റർവെൽ 1 മുതൽ 2 വരെ. ഒരു റൂട്ട് 1 മുതൽ 2 വരെ, ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു റൂട്ട് 1-ൻ്റെയും 2-യുടെയും ഇടയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം 1-ൻ്റെയും 2-യുടെ ഇടയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ 1, ഇതാണ് 2. അയ്യോ, ഇത്ര ചെറുതാക്കി ഇത് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ആവാമല്ലോ, കറക്റ്റാണ്, ഇത് സാധ്യതയുണ്ട്, ഇല്ലാണ്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. ഇവിടെ നോക്കി നോക്കാം, f(1) പോസിറ്റീവ്, f(2) നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടുന്ന് രണ്ട് കോമൺ, അതേപോലെ ഇവിടെ എന്താ f(2) പോസിറ്റീവ്, f(1) നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്ത് കോമൺ ആയിട്ട് എന്താ പറയാൻ പറ്റുക, f(1) ഇൻറ്റു f(2) ദാറ്റ് ഈസ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും. പിന്നെ a ഗ്രേറ്റർ ദാൻ d ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അതിൻ്റെ ആവശ്യമില്ല. പിന്നെ a നോട്ട് ഈക്വൽ ടു 0 അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി a 1 ആണ്. ഓക്കെ, ഫൈൻ, അതായി. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കാം. f(1) എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു f(1) എത്ര അറിയില്ല. f(2) ദാറ്റ് ഈസ് 10 - m ആണ്. f(1)ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ 4 കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. എന്നിട്ടോ m-10 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ശരി, ആൻഡ് m ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതായി. ഇനി രണ്ട് വേറെ പോസിബിലിറ്റീസും കൂടി ഉണ്ട്, അത് മറക്കരുത്. 1, 2. ഓക്കെ, ഒരു റൂട്ട് ഇവിടെ തട്ടാം, എന്നിട്ട് ഇങ്ങനെ പോയിക്കൂടെ. ഓക്കെ, എന്നിട്ട് 1ഉം 2യുടെ ഇടയിലും ഒരു എക്സാക്ട്ലി ഒരു റൂട്ട് തന്നെ ഉണ്ട്, പക്ഷേ 1ലൂടെ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് f(1) = 0. f(1)ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4 നോട്ട് ഈക്വൽ 0. സോ അത് സാധ്യതയില്ല, അപ്പോൾ ഇത് പറ്റത്തില്ല. ഇനി അടുത്തത് ഒരു റൂട്ട് 2ൻ്റെ മുകളിലോട്ട് തട്ടിയിട്ട് ഇങ്ങനെ പോയിക്കൂടെ. അപ്പോൾ നമുക്ക് f(2) എന്നാൽ 10 - m ദാറ്റ് ഈസ് ഈക്വൽ 0. സോ m ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ സാധ്യതയും കൂടി ഉണ്ട്. സോ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി എന്ത് ചെയ്യണം, യൂണിയൻ ചെയ്യണം. സോ 10 മുതൽ. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 10 കിട്ടി. ഓക്കെ, അത് എടുത്തിട്ട് അപ്പാട് ഉത്തരം പറയാൻ പാടില്ല. എന്ത് ചെയ്യണം, അത് 10 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ 10 ഇവിടെ ഇട്ട് കൊടുക്കും. എവിടെ, എത്രയാണിത്, x² - 3 - 10 x + m, റൈറ്റ്. ഓക്കെ, ഇത് തന്നെ അല്ല, 10 - 3 അല്ലേ, 10 - 3, അപ്പോൾ 7. സോ x² - 7x + 10. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് എത്രയാണ്,
റൂട്ട്സ് എക്സ് മൈനസ് ടൂവും പിന്നെ എക്സ് മൈനസ് ഫൈവും ആണ്. ഓക്കെ, അത് എന്താണ് 1 നും 2 ഇടയിലല്ലാത്ത റൂട്ട്സ് ആണ്. ഒരു റൂട്ട് ഡെഫിനറ്റ്ലി എന്താ 2 ആണ്, പിന്നെ 5 1 നും 2 ഇടയിലാണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? M10 റിജക്റ്റഡ് ആണ്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് M10 മുതൽ ഇൻഫിനിറ്റി വരെ മാത്രമായിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്താണ് ith ക്വസ്റ്റ്യൻ നോക്കുക. സച്ച് ദാറ്റ് ഓക്കെ 1 റൂട്ട് ലൈസ് ഇൻ ദി ഇൻ്റർവൽ. അപ്പോൾ ഒരു റൂട്ട് 1 മുതൽ 2 വരെ, അല്ല അതിൻ്റെ മുമ്പേ എച്ച് ഉണ്ടല്ലേ, സോറി. അടുത്ത് നോക്കാം. ഓക്കെ, ഒരു റൂട്ട് അല്ല ബോത്ത് റൂട്ട്സ് റൈസ് ഇൻ ദി ഇൻ്റർവൽ. അപ്പം 1 ഉണ്ട് 2 ഉണ്ട്, രണ്ട് റൂട്ടും ഇങ്ങനെയാണ് പോകുന്നത്. ശരി, ഇവിടെ എന്താ പറയാൻ പറ്റുക? f(1) പോസിറ്റീവാണ്, f(2) അതെന്താ പോസിറ്റീവാണ്. ഡി ഗ്രേറ്റർ ഈക്വൽ ടു 0ൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഓക്കെ, ഡി ഗ്രേറ്റർ ഈക്വൽ ടു 0ൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എന്താ പറയാൻ പറ്റുക? -b/2a അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു m-3/2 ആണെന്ന് തോന്നുന്നു. സോ m-3/2 അത് 2ൻ്റെയും 1ൻ്റെ ഇടയിൽ അല്ലേ? കറക്റ്റാണ് ഇതാ. പിന്നെ എന്താ വേണ്ടത്? സോ ഇവിടെ തന്നെ ഒന്ന് m-3 ദാറ്റ് ഈസ് 4ൻ്റെയും 2ൻ്റെയും ഇടയിൽ, ഒന്ന് 3ൻ്റെ ഇടയിൽ. സോ m4 അല്ല 7ൻ്റെയും 5ൻ്റെയും ഇടയിലാണെന്ന് പറയുന്നുണ്ട്. ശരി, അത് കിട്ടി. പിന്നെ f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 4 ഗ്രേറ്റർ ഈക്വൽ 0 ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് x ബിലോങ്സ് ടു x അല്ല, ഏത് m കൊടുത്തതിനല്ലേ? m ഇവിടെ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. സോ m ബിലോങ്സ് ടു r എന്ന് കിട്ടും. നമ്മളെന്തെങ്കിലും ഇതൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇനി f(2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10 - m, അത് ഗ്രേറ്റർ ദാൻ 0. സോ m ദാറ്റ് ഈസ് ലെസ് ദാൻ 10. ഓക്കെ, ഇതും എന്ത് ചെയ്യാം? ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഇപ്പോൾ m 10നേക്കാളും ചെറുതാവണം, പിന്നെ m 5ൻ്റെയും 7ൻ്റെയും ഇടയിലാവണം. അങ്ങനെ ആ സമയത്ത് എന്താ കിട്ടുക? 5ൻ്റെയും 7, സോ 5 മുതൽ 7 അല്ല. പിന്നെ ഡി ഗ്രേറ്റർ ഈക്വൽ ടു 0 കൂടി ഉണ്ട്. സോ -∞ മുതൽ 1 വരെ, യൂണിയൻ 9 മുതൽ. ഇത് കുറേ പ്രൈസ് ചെയ്തുകൊണ്ട് ഈ വാല്യൂസ് ഓർമ്മ ഉണ്ട്. ഓക്കെ, 9 മുതൽ. അപ്പം 10നേക്കാളും ചെറുതാവണം, എല്ലാം ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യണം. 10നേക്കാളും ചെറുത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോമൺ നമ്പേഴ്സ് ഒന്നും ഇല്ല, ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസെക്ഷൻ ഇല്ല. സോ 5 ആണെന്ന് കിട്ടി. ഇനി അടുത്തെന്താണ് I such that 1 root lies in the interval. ഓക്കെ, ഇൻ്റർവെൽ 1 to 2, ഒരു റൂട്ട് 1 മുതൽ 2 വരെ. ഇതൊക്കെ കോമ്പിനേഷൻ സിമ്പിളാണ് അല്ലേ? ഇത് നോർമലായിട്ട് ചെയ്താൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ ചെയ്തല്ലോ. ആക്ച്വലി റീക്യാപ്പാണിത്. അടുത്ത x². ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. f(2 + t f(2 - t) ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എത്രയോ t സ്റ്റെപ്സ് പോയപ്പോൾ സെയിം വാല്യൂ കിട്ടുന്നുണ്ട്, t സ്റ്റെപ്സ് ബാക്കോട്ടേക്ക് പോയപ്പോൾ സെയിം വാല്യൂ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്തുണ്ട്? ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിമെട്രിസിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞ പോയിന്റ് എന്തെന്നാണ്? 2 എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് കോർഡിനേറ്റ് ഓഫ് വേർട്ടെക്സ് എന്ന് പറയാൻ പറ്റും. വേർട്ടെക്സ്. സോ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് 1 ആയതുകൊണ്ട് അപ്പോഴത്തെ പാരാബോളയാണ്. ഓക്കെ, പിന്നെ ഒന്നെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാവാം, 2 ആയിരിക്കും ആ വേർട്ടെക്സിൻ്റെ പോയിന്റ്. അല്ലെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവാം? മേ ബി നമുക്ക് ഇവിടുന്ന് b² - 4ac അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാവാം മേ ബി. സോറി, ഇങ്ങനെ. ഓക്കെ, 2 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലേ? പിന്നെ അവിടെ എന്താണ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ആക്ച്വലി എന്തുണ്ട്? സൊല്യൂഷൻസ് ഉണ്ട് ഇതിന്. അല്ല, അങ്ങനെയൊന്നും പറയില്ല. ഓക്കെ, ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ മേ ബി നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻ ഇല്ലാണ്ടും ആവാം അല്ലേ? ഇങ്ങനെയോ ആവാം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പക്ഷേ വെർട്ടെക്സ് എപ്പോഴും 2 ആയിരിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പറഞ്ഞ വെർട്ടെക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, ഒരു കാര്യം നമുക്ക് അറിയേണ്ടത് വെച്ചാൽ വെർട്ടെക്സിൻ്റെ പ്രത്യേകം എന്താ? വെർട്ടെക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്ക് t സ്റ്റെപ്സ് പോയി കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡിലൊക്കെ t സ്റ്റെപ്സ് പോയി കഴിഞ്ഞാലും സെയിം വാല്യൂ കിട്ടുന്ന. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലോട്ടേക്ക് ഞാനില്ല ഒരു കൂടുതൽ പോയി 4 സ്റ്റെപ്സ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെർട്ടെക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്ക് പോകുന്ന സമയത്ത് വലിയ വാല്യൂ വരുന്നത്. നോക്കി, റൈറ്റ് സൈഡിലോട്ടേക്ക് വരുന്ന സമയത്ത് y ആക്സിൽ വലിയ വാല്യൂ, ഇവിടെ y ആക്സിൽ വലിയ വാല്യൂ, ഇവിടെ y ആക്സിൽ വലിയ വാല്യൂ. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്തോ, ലെഫ്റ്റ് സൈഡിലൂടെ പോയി നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന വെച്ചാൽ വലിയ വാല്യൂ വരുന്നത്. കേട്ടോ, മെല്ലെ കൂടി വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലോട്ടേക്കും പോയി കഴിഞ്ഞാൽ വലിയ വാല്യൂസ് തന്നെയാണ് ഇതിൽ വരുന്നത്, ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അങ്ങനെയാണ് സമയത്ത് നമ്മൾ മനസ്സിലാക്കണം f(2)ലായിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടാകും സ്വാഭാവികമായിട്ടും വെർട്ടെക്സിൽ. അപ്പോൾ ബിക്കോസ് ദിസ് ഇസ് അപ്വേർഡ് പാരാബോള അല്ല, ദിസ് ഇസ് ഡൗൺവേർഡ് പാരാബോള, അല്ലെങ്കിൽ ഇത് അപ്വേർഡ് പാരാബോളയാണ്. അതുകൊണ്ട് അപ്വേർഡ് പാരാബോളയാണെങ്കിൽ f(2)ലാണ് ഏറ്റവും മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ഉള്ളത്. സോ f(2)ലാണ് ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത്. സോ ഒന്നെങ്കിൽ b അല്ലെങ്കിൽ c എന്നുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഡിയോ ആവാം. കാരണം 2.1ലും മിനിമം ആണ്. അപ്പോൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ എക്സ് ആക്സിസ് അല്ല വെർട്ടെക്സിന് റൈറ്റിലോട്ടേക്ക് അല്ല, വെർട്ടെക്സിന് കൂടുതൽ ദൂരമുള്ള സാധനത്തിലേക്കും കൂടുതൽ വാല്യൂ. അപ്പോൾ ഇവിടെ നോക്കി f(4) വെർട്ടെക്സിന് കൂടുതൽ ദൂരമുണ്ട്. 1 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് ഒരു സ്റ്റെപ്പ് ദൂരമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ 4 എന്ന് പറഞ്ഞാൽ 2ൽ നിന്ന് 2 സ്റ്റെപ്പ് ദൂരമുണ്ട് അല്ലേ? അപ്പം f(1) ആണ് f(4)നേക്കാളും ചെറുത്. പിന്നെ 2 എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിലാണ് ഏറ്റവും മിനിമം വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് കറക്റ്റാണ്. ഇനി ഡി നോക്കി നോക്ക്,
2.1 2ൽ നിന്ന് ഒരു 0.1 കൂടിയിട്ടുണ്ട് റൈറ്റ് സൈഡിലോട്ടേക്ക്, അപ്പം കൂടി. പിന്നെ മറ്റേതാണെങ്കിൽ 1.5, ഇപ്പോൾ 2ൽ നിന്ന് 0.5 കൂടിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് വലുത്? ഡെഫിനറ്റ്ലി എഫ് ഓഫ് 1.5, കാരണം 0.5 സ്റ്റെപ്സ് കൂടിയിട്ടുണ്ട് അല്ലേ 2ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് അല്ല റൈറ്റ് സൈഡിലോട്ട്. ഡിസ്റ്റൻസ് ലെഫ്റ്റും റൈറ്റിലും കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നത് ആയിരിക്കും. വെർട്ടെക്സിൻ്റെ റൈറ്റിലോട്ട് കൂടുതൽ പോയി കഴിഞ്ഞാൽ വലിയ വാല്യൂ, വെർട്ടെക്സ് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ വലിയ വാല്യൂ. 3 ആണെങ്കിൽ 2ൽ നിന്ന് ഒരു സ്റ്റെപ്സ് കൂടിയിട്ടുണ്ട്, അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ 3 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബിയും ഡിയും കൂടി കറക്റ്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. സോ അത് സർ ഇവിടെ കൺസെപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അപ്വേർഡ് പാരബോളയിലാണെങ്കിൽ നമ്മൾ വെർട്ടെക്സിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്കോ ലെഫ്റ്റ് സൈഡിലോട്ടേക്കോ പോയി കഴിഞ്ഞാൽ വലിയ വലിയ വാല്യൂസ് കിട്ടുക. ഇനി ഡൗൺവേർഡ് പാരബോളയാണെങ്കിൽ വെർട്ടെക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടേക്കോ റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വാല്യൂസ് കിട്ടാൻ. പിന്നെ വെർട്ടെക്സിലായിരിക്കും മിനിമം വാല്യൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം. മാക്സിമം വാല്യൂ ഇൻ ദി കേസ് ഓഫ് ഡൗൺവേർഡ് പാരബോള. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത് ഇവിടെ എഫ് ഓഫ് എക്സ് ഇതാ സാറ്റിസ്ഫൈ, ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 7/4 പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ 7/4 മൈനസ് എക്സ്. ദാറ്റ് മീൻസ് 7/4ൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്കും 7/4ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ സെയിം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 7/4 എന്ന് പറഞ്ഞിട്ട് പോയിന്റ് എന്താണ്? ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വേർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് വേണ്ടത്? സോ 7/4 ദാറ്റ് ഈസ് മൈനസ് b/2a ദാറ്റ് ഈസ് ഈക്വൽ ടു 7/4. ഓക്കെ, മൈനസ് b/2a. സോ മൈനസ് b ഇസ് ഈക്വൽ ടു ദ 2 ക്യാൻസൽ. സോ മൈനസ് 2b ദാറ്റ് ഈസ് ഈക്വൽ ടു 7a എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് എയും ബിയും തമ്മിലുള്ളത്. പിന്നെ എന്താണ്? ഓൾസോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇയാൾക്ക് ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ എന്നാണ്, വൺ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ സമയത്ത് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ax² പ്ലസ് bx പ്ലസ് a ദാറ്റ് ഈസ് ഈക്വൽ ടു 7x പ്ലസ് a ക്യാൻസൽ. സോ ax² മൈനസ് 7x പ്ലസ് bx. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? ax² മൈനസ് എക്സ് കോമൺ 7 മൈനസ് ബി. ഓക്കെ, 7 മൈനസ് ബി. ഇത് 0 ആകുന്നുണ്ട്. ഇയാൾക്ക് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒറ്റ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്താണ്? 0 ആണ് എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഡിസ്ക്രിമിനൻ്റ് 0 ആണെങ്കിൽ ഈ എന്ന് ഡിസ്ക്രിമിനൻ്റ് കണ്ടെത്താൻ 0. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും ഒരു ഇക്വേഷനും കൂടി കിട്ടും. അങ്ങനെ നമുക്ക് ഓൾറെഡി 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോൾവ് എയുടെയും ബിയുടെ വാല്യൂസ് എന്നൊരു ഉത്തരം കിട്ടും വളരെ സിമ്പിളായിട്ട്. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഇതാ a⁴ a4 എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഇത് നമ്മുടെ ന്യൂട്ടൺസ് ഫോർമുല പോലെ തന്നെ അല്ലേ? ആൽഫ 1 a4 എന്ന് പറഞ്ഞാൽ p ആൽഫ 4 പ്ലസ് q ബീറ്റ 4 എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 128 എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യം ന്യൂട്ടൺസ് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ന്യൂട്ടൺസ് ഫോർമുല? ദാറ്റ് ഈസ് Sn + 2 മൈനസ് Sn + 1 പ്ലസ് അല്ല വീണ്ടും മൈനസ് തന്നെ മൈനസ് Sn ദാറ്റ് ഈക്വൽ 0. അപ്പം ഇവിടെ ഞാൻ എന്ത് കൊടുക്കും? എന്നിന് 3 കൊടുത്തു നോക്കാം. എന്നിന് 3 അല്ല, എന്നിന് 1 കൊടുത്താലും പോരാ. എന്നിന് 2 കൊടുക്കുക. സോ S4 മൈനസ് S3 മൈനസ് S2 ദാറ്റ് ഈക്വൽ 0. സോ S4 ഇസ് ഈക്വൽ ടു S3 പ്ലസ് S2 എന്ന് കിട്ടും. ശരി, അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ ഞാൻ S3യുടെ എഴുതും. S3 ഇസ് ഈക്വൽ ടു S2 പ്ലസ് S1 എഴുതാൻ പറ്റും. അതേപോലെ S2 ഇസ് ഈക്വൽ ടു S1 പ്ലസ് S0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ S2യുടെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കും. ഇവിടെ കൊടുത്തു നോക്കും. ദാറ്റ് മീൻസ് S3 ഇസ് ഈക്വൽ ടു S2യുടെ വാല്യൂ ഇവിടെ കൊടുത്തതിന് 2 S1 ഉണ്ട്. സോ 2 S1 പ്ലസ് 2 S1 പ്ലസ് ഒരു S0 ഉണ്ട്. ഓക്കെ, കാരണം S1ൻ്റെ S0ൻ്റെ വാല്യൂസ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ് കണ്ടെത്താൻ. കാരണം വെച്ചാൽ എന്താ, ഇവിടുന്ന് ഡയറക്റ്റ് S1 S0 നമുക്ക് S1 എന്ന് പറഞ്ഞാൽ ആ ഒരു ആൽഫ ബീറ്റ അല്ലേ? പിന്നെ S3യുടെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കും. അതുപോലെ S2യുടെ വാല്യൂ ഇവിടെ കൊടുക്കാമല്ലോ. S2യുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് S1 പ്ലസ് S0. പിന്നെ S3യുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2S1 പ്ലസ് S0. അങ്ങനെ കിട്ടുന്നതാണ് നമുക്കെന്ത് S4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3S1 പ്ലസ് 2S0 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൻ്റെ വാല്യൂ 28 ആണ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഇനി S1 എന്ന് പറഞ്ഞാൽ എന്താണ്? S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു പി ആൽഫ പ്ലസ് ക്യൂ ബീറ്റ. ഇവിടെ 1 ഉണ്ട്. അതേപോലെ 2S0 എന്ന് പറഞ്ഞാൽ എന്താണ്? S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആൽഫ റേസ് ടു 0 പ്ലസ് ബീറ്റ റേസ് ടു 0 ഇവിടെ ക്യൂവും കൂടി. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ 3
നമുക്ക് ഡയറക്റ്റ് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ 3p ആൽഫ പ്ലസ് 3q ബീറ്റ പ്ലസ് 2p പ്ലസ് 2q. ഓക്കെ, ഇനി ആൽഫയുടെ വാല്യൂ എന്താ? ഇത് x² - x - 1 അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് 1 ± √1 - 4 × 1 ദാറ്റ് ഈസ് √5/2. അപ്പം ആൽഫ മേ ബി 1 ± ഏതും ആവും കേട്ടോ. ആൽഫ ഏത് ബീറ്റ അതൊന്നും ഒരു വിഷയമല്ല. സോ 3 × p × ഐ എം ഗോയിങ് ടു സേ 1 - √5/2 1+ ആക്കാം. എന്നിട്ട് പ്ലസ് 3 × q × 1 - √5/2. ഇനി 2 കോമൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യം ഇങ്ങനെ കാണുന്നില്ല, അത് അടക്കം. ഇനി ഇതിലൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3p പ്ലസ് 3p √5 പ്ലസ് 3q മൈനസ് 3q √5/2 പ്ലസ് 2 × p പ്ലസ് q. ഇപ്പം ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ റാഷണൽ ടേംസിന് മാത്രം ഒറ്റക്കാക്കിയപ്പോൾ ഈ രീതി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് 3 √5/2 p മൈനസ് q പ്ലസ് ഇത് ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഈസ് 7p പ്ലസ് 7q മൈനസ് 56/2 എന്ന രീതിയിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി രണ്ട് റാഷണൽ ടേംസ്, ഇയാൾ റാഷണൽ ടേമാണ്, പിന്നെ ഇയാൾ നോൺ റാഷണൽ ടേമാണ്. ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ റാഷണൽ ടേംസ് ഒക്കെ ഓരോ ടേമുകളും റാഷണൽ അപ്പനെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള ഓരോ സാധനങ്ങളും ഇയാളും കൂടി 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ പറയാൻ പറ്റുക, p = q എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടും. പിന്നെ ഇയാൾ 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 7q പ്ലസ് 7p = 56 എന്ന് കിട്ടും. ആൻഡ് p = q ആണെങ്കിൽ 14q = 56. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 7 ഡിവൈഡ് ചെയ്യാം. സോ q പ്ലസ് p ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ഡിവൈഡ് 8. ആൻഡ് വി നോ p = q, ദാറ്റ് മീൻസ് p = q = 4. So p = q = 4. They have asked the value of p plus 2q, that is 4 plus 8, that's equal to 12. So option A is the correct answer. Okay, find the values of a so that the equation exactly one root in ഈ പറഞ്ഞ ഇൻ്റർവെൽ ദാറ്റ് മീൻസ് -1 മുതൽ 1 വരെ ഇൻക്ലൂഡ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ -1ൻ്റെയും 2യുടെ ഇടയിൽ ഒരു റൂട്ട് മതി. ഇത് -1 മുതൽ 2 വരെ ഒറ്റ റൂട്ടാ പാടുള്ളൂ എന്നുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ആവുന്നതിന് ഒരു കുഴപ്പമില്ല, ദിസ് ഇസ് പെർഫെക്റ്റ്. അല്ലെങ്കിൽ എങ്ങനെ ആവാം, ഇങ്ങനെ ആവുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്താ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാൻ, ദാറ്റ് ഈസ് f of -1 ഇൻറ്റു f of 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? കറക്റ്റാണ് അല്ലേ? ഇവിടെ നിന്ന് പറഞ്ഞാൽ f of -1 പോസിറ്റീവ്, ഇവിടെ f of 2 നെഗറ്റീവ്. ഇവിടെ ആണെങ്കിൽ അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്ത് രണ്ടും യൂണിയൻ എടുക്കുന്നതിന് പകരം നമ്മൾ രണ്ടും കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ രണ്ടും യൂണിയൻ എടുക്കുക ഓരോന്നും ചെയ്തിട്ട്, പക്ഷേ സമയം പോകും. അതിനേക്കാൾ നല്ല ഇതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ടോ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യാൻ പറ്റുക, 3a - 2 അങ്ങനെ തന്നെ ആക്കാം. ഇവിടുന്ന് 3a - 10 ആക്കാം. കാരണം വേവ് കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണ്. എന്നിട്ടോ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒന്ന് 2/3 കിട്ടും, പിന്നെ 10/3 കിട്ടും, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇപ്പം -∞ മുതൽ ഒന്ന് 2/3 വരെ ഉണ്ട്, യൂണിയൻ 10/3 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്. പിന്നെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസും കൂടി ഉണ്ട് അല്ലേ? ഏതാണ് രണ്ട് പോസിബിലിറ്റീസ്? ഒന്ന് -1 മുതൽ 2 വരെ. അപ്പോൾ അഥവാ നമ്മുടെ റൂട്ട്സ് ഇവിടെ തട്ടിയിട്ട് അങ്ങോട്ട് പോയാലോ, ഇങ്ങനെ പോയാലോ? ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെ പോകാനേ പാടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ കേസിലാകുമ്പോൾ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും, അത് കുഴപ്പമില്ല. കാരണം വെച്ചാൽ -1ൻ്റെ 2യുടെ ഇടയിൽ ഒരു റൂട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ -1ൻ്റെ ക്ലോസ്റ്റ് 2 മുതൽ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ -1ൽ ഒരു ഇങ്ങനെ റൂട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തോട്ട് ഇങ്ങനെ പോകാൻ പാടുള്ളൂ. അതേപോലെ സിമിലർലി എന്താണ് -1ഉം 2ഉം 2ൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ പോകാൻ പാടുള്ളൂ, കാരണം ഒരു റൂട്ട് മാത്രമേ ഇടയിലാവുന്നുള്ളൂ. ഓക്കെ, ആ ഒരു കേസ്. അങ്ങനെ ആവുന്ന സമയത്ത് f of -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് 3a - 2 അല്ലേ? 3a - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ a ഈസ് ഈക്വൽ ടു 2/3. അങ്ങനെ ഞാൻ a ഈസ് ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞ സാധനം ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ. അങ്ങനെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് രണ്ട് വാല്യൂസ് കിട്ടും. എന്താ എയുടെ 2/3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ എക്സിന് രണ്ട് റൂട്ട്സ് കിട്ടും. ആ രണ്ട് റൂട്ട്സും എന്തിൻ്റെ ആവാൻ പാടില്ല, -1ൻ്റെയും 2യുടെയും ഇടയിലാവാൻ പാടില്ല. പക്ഷേ ഇവിടെ ആക്ച്വലി -1ൻ്റെയും 2യുടെ ഇടയിലാവുന്നുണ്ട്,
കാരണം വെച്ചാൽ ഇടയിലാവാൻ പാടില്ലല്ലോ. നേരത്തെ കേസിൽ ഇടയിലാവണം, പണ്ടത്തെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഇടയിലാവണം. പക്ഷെ ഇവിടെ ഇടയിലാവാൻ പാടില്ല, കാരണം ഒരു റൂട്ട് മാത്രമേ പാടുള്ളൂ -1ൻ്റെയും 2ൻ്റെയും ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പം ഇത് റിജക്റ്റഡ് ആവും. സിമിലർലി നമ്മൾ 10/3 നോക്കി നോക്കുമ്പോൾ അതും റിജക്റ്റഡ് ആവുന്നുണ്ട്. ഇനി ക്വസ്റ്റൻ നോക്കുക. സെറ്റ് ഓഫ് ദി വാല്യൂസ് ഫോർ വിച്ച് ദി എക്സ്പ്രഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ റിയൽ എക്സ്. അറ്റ്ലീസ്റ്റ് ഒരു റിയൽ എക്സിലെങ്കിലും സാറ്റിസ്ഫൈഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി നോക്കി, ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്, അപ്വേർഡ് പാരബോളയാണ്. അപ്പം ഇതൊരു അപ്വേർഡ് പാരബോളയാണ്, ക്വാഡ്രാറ്റിക് ആണ്, അപ്വേർഡ് പാരബോളയാണ്. അത് മാത്രമല്ല ഇത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്സിനെങ്കിലും നെഗറ്റീവ് ആവണം എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ അപ്വേർഡ് പാരബോള ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. പക്ഷേ ഒരു എക്സിലെങ്കിലും നെഗറ്റീവ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ആവേണ്ടത് അല്ലേ. ഒരു എക്സിൽ നെഗറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും എക്സിൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. ശരി, ഇവിടെ നോക്കി നോക്കും, നെഗറ്റീവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഒബ്വിയസ്ലി പറയാൻ പറ്റും, d greater than 0 ആണെന്ന് പറയാൻ പറ്റൂലേ. കറക്റ്റാണ്. d=0 എന്ന് പറയാൻ പറ്റുമോ? തട്ടിയിട്ട് പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നിട്ട് നെഗറ്റീവ് ആവില്ല. ഓക്കെ, കാരണം അപ്വേർഡ് പാരബോളയാണ്. അപ്പോൾ d greater than 0 നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇവിടെയുള്ള ഡിസ്ക്രിമിനൻ്റ് എത്രയാണ്? ദാറ്റ് ഈസ് 4p² മൈനസ് 12p minus 16 that is greater than 0. So 4p² minus 12p minus 16 that is greater than 0. And factorize p minus 4. അപ്പോൾ നമുക്ക് കിട്ടും p യുടെ വാല്യൂ എവിടെ നിന്ന് മുതലാണ്? -∞ മുതൽ -1 വരെ, പിന്നെ 4 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഒരു രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും. ഓക്കെ, അവർ രണ്ടോളം ആഡ് ചെയ്തിട്ട് >= 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല. കാരണം നെഗറ്റീവ് രണ്ട് ആഡ് ചെയ്തതിന് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ആയിട്ടാണ്. വേറൊരു കണ്ടീഷൻ എന്താണ്? വേറൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരുത്തൻ, എയിലും ബിയിലും ഏതെങ്കിലും ഒരുത്തൻ പോസിറ്റീവ് ആവണം അല്ലേ. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ -4 + 4 -3 ഒപ്പം പോസിറ്റീവായിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്ത് നോക്ക്, 4 + -2 പോസിറ്റീവ്. അപ്പോൾ 4 2 എന്നല്ലേ കിട്ടുന്നത്, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരും പോസിറ്റീവ് ആവാം. സോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഷുഡ് ബി പോസിറ്റീവ്. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ആരെങ്കിലും ഒരുത്തൻ പോസിറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ രണ്ടുപേരും നെഗറ്റീവ് ആവാൻ ഒരിക്കലും പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ a b>= 0 ആണ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ അല്ലെങ്കിൽ b>= 0 ആണ്. ഇനി എ ബി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഇതായിരിക്കണം, നെഗറ്റീവ് ആണ്. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ ഷുവറായിട്ട് നെഗറ്റീവ് ആണ്. ഓക്കെ, പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ സാധ്യതയുണ്ട്, നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ആ പറഞ്ഞ രണ്ട് ആഡ് ചെയ്തതിന് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് പോളിനോമിയൽസ് ആഡ് ചെയ്തിട്ട് രണ്ട് പോളിനോമിയൽസിന് ഡിസ്ക്രിമിനൻസ്. ഓക്കെ, നമ്മളിങ്ങനെ ചോദിക്കും, രണ്ട് ഡിസ്ക്രിമിനൻ്റ് ആഡ് ചെയ്ത >= 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കണം? >= 0 ആണ്. ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് വൺ പോളിനോമിയൽ ഷുഡ് ഹാവ് റിയൽ റൂട്ട്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ പറയാൻ പറ്റും. അവർ രണ്ട് നെഗറ്റീവ് ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് ഒരുത്തൻ്റെ ഡി എങ്കിലും നെഗറ്റീവ് ആവണം എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് ഷുഡ് ഹാവ് ഇമാജിനറി റൂട്ട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ നിന്ന് ആദ്യം f(x), ഇവിടുന്ന് ഇൻഫോർമേഷൻസ് നമുക്ക് നോക്കി. ഇവിടെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ f(x 0 മസ്റ്റ് ഹാവ് റിയൽ റൂട്ട്സ് അറ്റ്ലീസ്റ്റ് അങ്ങനെ തരുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടതെന്ന് തിരിയും. പിന്നെ ഇവിടെ നിന്ന് ഡിസ്ക്രിമിനൻ്റ് താരെ f(x) ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഈസ് a² - 4b എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇയാളുടെ ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഈസ് c² - 4d എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് a² - c² ആണോ? അല്ല, a² + c² ആണ്, -4 × b + d ആൻഡ് b + d യുടെ വാല്യൂ ദാറ്റ് ഈസ് ac/2 എന്നാണ്. സോ ac/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുത്തു നോക്കുക, ac/2 എന്ന് കിട്ടാൻ ദാറ്റ് ഈസ് 2ac എന്ന് കിട്ടാം. സോ 2ac എന്ന് കിട്ടും. ആൻഡ് വി നോ ദാറ്റ് 2ac എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a - c² ആണല്ലോ ഈ പറഞ്ഞ ടേം. സോ a - c² അത് ഓൾവേസ് > 0 ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, കാരണം ഇവർ ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സാധനം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ? കാരണം ഇത് > 0 ആണ്. ശരി, എന്താണ് നമ്മൾ എന്തായാലും ചെയ്തത്? ഈ പറഞ്ഞ സാധനം എന്തായിരുന്നു? ദാറ്റ് ഈസ് d1 + d2 ആണ്. സോ d1 + d2 ചെയ്തപ്പോൾ > 0 കിട്ടുന്നുണ്ടെങ്കിൽ ദാൻ വി കുഡ് സേ ദാറ്റ് ഏതെങ്കിലും ഒരാളെങ്കിലും പോസിറ്റീവ് ആവണം. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും റിയൽ റൂട്ട് ഉണ്ടാവണം. സോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എയ്തർ f(x = 0 ഓർ g(x = 0) മസ്റ്റ് ഹാവ് റിയൽ റൂട്ട്സ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ദി ടേംസ് ഓഫ് x ആൻഡ് y. ഓക്കെ, നമുക്ക് ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എന്താണ് ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ ഡിറൈവേഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് x² നമ്മൾ എന്ത് ചെയ്യും, എക്സിൻ്റെ ടേംസിൽ മാത്രം ഒരു ക്വാഡ്രാറ്റിക് ആയിട്ട് മാറ്റും. എന്നിട്ടോ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എടുക്കും. ഓക്കെ, ഡിസ്ക്രിമിനൻ്റ് അല്ല, അതിൻ്റെ റൂട്ട്സ് അങ്ങ് എടുക്കും. ഓക്കെ, ഇപ്പോൾ റൂട്ട്സ് എടുക്കാം.
കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എന്തായിട്ട് എഴുതണം, ഒരു ഫാക്ടേഴ്സ് ഫോമിലേക്ക് എഴുതാം. ദാറ്റ് മീൻസ് എ ഫസ്റ്റത്തെ ടേം ഇൻറ്റു എക്സ് മൈനസ് ആൽഫ, അതാണ് റൂട്ട് എക്സ് മൈനസ് ബീറ്റ. അപ്പോൾ ആൽഫയും ബീറ്റയും നമുക്കൊന്ന് നോക്കാം. സോ ആൽഫയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ലീനിയർ ആണെങ്കിൽ നമുക്കിത് ഒരു കംപ്ലീറ്റ് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ആൽഫ ബീറ്റ കണ്ടെത്തുന്ന പരിപാടി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് വലിയൊരു ടേമാണ്, ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ് ടേം. സോ ഇതിങ്ങനെ ഓരോന്ന് എങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്ത് എങ്ങനെയെങ്കിലും കുറച്ചുകൂടി എന്താണ് ഒരുമാതിരി വൈലുള്ള ക്വാഡ്രാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു വൈലുള്ള ക്വാഡ്രാറ്റിക് മാറിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ ഈ ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കണ്ടീഷൻ അങ്ങനെയാകുമ്പോൾ ആൽഫ എക്സ് എന്തായാലും ലീനിയറാണ്, എക്സ് എന്നാൽ ലീനിയർ. അപ്പോൾ ബീറ്റയും ആൽഫയും എന്തായിരിക്കണം, അതൊരു ലീനിയർ ആവണം. അപ്പോൾ ഇവിടെ ഉള്ളിലുള്ള നോക്കി നോക്ക്, ഒരു സ്ക്വയർ ആണുള്ളത്, പുറത്തുനിന്നാണ് റൂട്ടാണ്. അപ്പോൾ എന്താണ് സംഭവം, ലീനിയർ ആവണമെങ്കിൽ എന്തായിരിക്കണം, ഈ ഉള്ളിലുള്ള സാധനം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ആ റൂട്ടും സ്ക്വയർ അങ്ങോട്ട് ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് ഒരു ലീനിയർ ആവും. കറക്റ്റ് അല്ലേ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഇതൊരു പോളിനോമിയലാണ്, അല്ലാണ്ട് ഒരു ലീനിയർ അല്ല. അങ്ങനെ ആവുന്ന സമയത്ത് ലീനിയർ അല്ലെങ്കിൽ ശരി റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ എക്സ് പ്ലസ് എ എന്ന രീതിയിലാവും. അപ്പോൾ നോക്ക് ഇതിപ്പോൾ ലീനിയറായി. ദാറ്റ് മീൻസ് ഇയാളുടെ ഉള്ളിൽ എന്തായിരിക്കണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇത് വൈ സ്ക്വയറിൻ്റെ ടേംസിലുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, ഇവിടെയുള്ള എന്താണ് ഡിസ്ക്രിമിനൻറ്റ് 0 ആയിരിക്കണം. സോ ഇവിടെയുള്ള ഡിസ്ക്രിമിനൻറ്റ് നമ്മളങ്ങോട്ട് 0 ആക്കും. സോ ഡിസ്ക്രിമിനൻറ്റ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ റിയൽ നമുക്കൊരു വൈയുടെയും എക്സിൻ ടേംസ് തന്നിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷനാണിത്. എ ബി സി പ്ലസ് 2FGH മൈനസ് AF സ്ക്വയർ മൈനസ് BG സ്ക്വയർ മൈനസ് CH സ്ക്വയർ. ഈ എഫും ജിയും എച്ചും ഒക്കെ എന്താ നമുക്ക് നോക്കാം, എ ബി സി എന്താണെന്ന് നോക്കാം. കുറച്ച് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അഥവാ റിയൽ ലീനിയർ ഫാക്ടേഴ്സ് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഈ റൂട്ട് ഉണ്ടല്ലോ, നമ്മളിപ്പം റൂട്ട് ക്യാൻസൽ ആവും. പക്ഷേ ആ റൂട്ടിനുള്ളിലാണ് ഈ പറഞ്ഞ എ ടേം, അയാൾ ഗ്രേറ്റർ ദാൻ 0 ആവണം. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എന്താ അയോട്ട എന്നുള്ള സാധനം വരും. അപ്പോൾ ഇയാൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കറക്റ്റാണ്, റിയൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഏരിയ അത്ര ചോദിക്കുന്ന ചാൻസ് കുറവുള്ള ഒരു ഏരിയ ആണ്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ പ്രൂവ് ദാറ്റ് ദി എക്സ്പ്രഷൻ ഈ പറഞ്ഞ ക്യാൻ ബി ഫാക്ടറൈസ് ഇൻറ്റു 2 ലീനിയർ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ, ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ സ്ക്വയറിൻ്റെ ദാറ്റ് ഈസ് 1, സി എന്ന് പറഞ്ഞാൽ ലാസ്റ്റുള്ള കോൺസ്റ്റൻറ്റ്. ഇനി എങ്ങനെ എഴുതുക, 2G എന്ന രീതിയിൽ നമ്മൾ ആ ഒരു എന്താണ് നമ്മൾ സർക്കിൾസ് എന്ന ചാപ്റ്റർ പഠിക്കുന്ന ടെക്നിക്കാണ്. 2G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ഇതാണ്. സോ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുള്ള എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 കിട്ടുന്നുണ്ട്. ഇനി 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് വൈയുടെ കോഫിഷ്യൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് 2 ആണ്. 2H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയുടെയും കോഫിഷ്യൻ്റ് ദാറ്റ് ഈസ് 3 ആണ്. ഇവിടുന്ന് എച്ചിന് വൈയുടെ വാല്യൂ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് ABC മൈനസ് ആണോ അല്ല 2FGH മൈനസ് AF സ്ക്വയർ മൈനസ് A അല്ല BG സ്ക്വയർ മൈനസ് CH സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് 0 കിട്ടും നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ സമയത്ത് 0 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു സംഭവത്തിന് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി ആ ലീനിയർ ഫാക്ടേഴ്സ് കണ്ടെത്തണമെങ്കിൽ എന്താ ചെയ്യാൻ, ഈ പറഞ്ഞ ഇക്വേഷനെ എക്സിന് ടേംസ് ആയിട്ട് എഴുതാൻ. ഓക്കെ, എക്സിന് ടേംസ് ആയിട്ട് എഴുതി സാർ ഒരു ഇക്വേഷൻ, എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ലാസ്റ്റ് റൂട്ട്സ് കിട്ടുമല്ലോ, എന്നിട്ട് നമ്മൾ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന രീതിയിൽ എഴുതും. അല്ലെങ്കിൽ വേറൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. എന്താണ്, നമുക്കിപ്പം ഇതാണ് നമ്മുടെ ടേം അല്ല, ഇയാൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 കിട്ടിയിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഈ ഹോമോജനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ത് ഹോമോജനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 കിട്ടുന്നുണ്ട്. ഇവിടെ സ്ക്വയർ 2 ഉണ്ട്, പിന്നെ ഇവിടെ 1 1 2 കിട്ടുന്നുണ്ട്. ഇവിടെ ഒന്നും 1 ആവുള്ളൂ, ഇവിടെ 1 ആവുള്ളൂ. അപ്പോൾ ഇയാളൊന്നുമല്ല, അപ്പോൾ ഇയാളെ മാത്രം നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. ഫാക്ടറൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ദാറ്റ് ഈസ് 2x സ്ക്വയർ പ്ലസ് 3xy പ്ലസ് y സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്യുക. എന്ത് ചെയ്യും, 2x സ്ക്വയർ പ്ലസ് 2xy പ്ലസ് xy പ്ലസ് എക്സ് സ്ക്വയർ എന്ന രീതിയിൽ എഴുതും. ഇവിടെ നിന്ന് എന്താ കോമൺ എടുക്കുക, ഒരു 2xന് കോമൺ എടുത്ത് നോക്കാം. സോ എക്സ് പ്ലസ് വൈ കിട്ടും. ഇവിടെ നിന്ന് എന്താ കോമൺ എടുക്കുക, ഒരു എക്സിന് കോമൺ എടുക്കുക. സോ വൈ പ്ലസ് എക്സ് കിട്ടും. സോ എക്സ് പ്ലസ് വൈ കോമൺ ആണ്. സോ 2x പ്ലസ് എക്സ് ഇവിടുന്ന് വൈനെയാണ് കോമൺ എടുക്കാൻ പറ്റുക. അപ്പോൾ അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. ചിന്തിക്കുന്നത് എന്താ മിസ്റ്റേക്ക് എന്ന്. ഇവിടെ വൈ 2x പ്ലസ് വൈ പിന്നെ എക്സ് പ്ലസ് വൈ. അപ്പോൾ ആ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യും. പക്ഷേ ഫുള്ള് ഫാക്ടറൈസ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ ഇക്വേഷൻ എടുത്ത് ലെഫ്റ്റ് സൈഡിൽ എഴുതും. അത് തന്നെ നമ്മൾ ഈ ഒരു ടേംസിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറം ഇനി എക്സ്ട്രാ ടേംസും കൂടി വേണം. അത് ആക്ച്വലുള്ള ബാക്കിയുള്ള ലീനിയർ ടേംസ് ആണ്. ആ ലീനിയർ ടേംസ് നമ്മൾ ഒരിടത്തിനെ ലാംഡ എന്ന് വിളിക്കും, പിന്നെ ഒരിടത്തിനെ മ്യൂ എന്നൊക്കെ വിളിക്കും. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള എക്സിൻ്റെ ഫാക്ടേഴ്സ്, കാരണം എക്സിൻ്റെ ഫാക്ടേഴ്സിൽ ഈ പറഞ്ഞ ലാംഡയും മ്യൂവും വരുള്ളൂ. സോ നമ്മൾ പറയും 2x എക്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് 2x മ്യൂ ഉണ്ട്, പിന്നെന്താണ്
പിന്നെ എക്സ് ലാംഡ ഉണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സും കോഎഫിഷ്യൻ്റ് ഓഫ് വൈയും നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വൈയും കോഎഫിഷ്യൻ്റ് ഓഫ് എക്സും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ഈ പറഞ്ഞ എക്സ്ട്രാ ആയിട്ട് ലാംഡയുടെയും മ്യൂയുടെയും വാല്യൂസ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൈനസ് പി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്ത വെച്ചാൽ പ്രൂവ് ദാറ്റ് ദ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ബൈ റിയൽ വാല്യൂസ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേംസിൽ എഴുതിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നോർമലായിട്ട് ഡി ഗ്രേറ്റർ ഈക്വൽ 0 കാരണം റിയൽ വാല്യൂസ് ആണ്. അന്നേരം നമുക്ക് ഡി ഈക്വൽ 0 കിട്ടുന്ന സമയത്ത് വൈയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എന്താണ് വേണ്ടത്, അതേപോലെ എക്സിൻ്റെ എന്താണ് വൈയുടെ ടേംസിൽ ഈക്വേഷൻ എഴുതും. എന്നിട്ട് അതും ഗ്രേറ്റർ ഈക്വൽ 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതും കിട്ടും വളരെ സിമ്പിളായിട്ട്. ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ പ്രൂവ് ദാറ്റ് ഫോർ എനി റിയൽ വാല്യൂസ് ഓഫ് ദി ഇനിക്വാളിറ്റി. ഓക്കെ, എക്സ് സ്ക്വയർ ഈസ് ട്രൂ ഫോർ അറ്റ്ലീസ്റ്റ്, ഇത് എപ്പോഴും ലെസ് ദാൻ 0. ഓക്കെ. അപ്പോൾ ഇതെന്തായാലും എന്താ മനസ്സിലായത്, ഇറ്റ്സ് അപ്വേർഡ് പാരബോള. ഓക്കെ. പിന്നെ അത് നെഗറ്റീവ് ആവണം, അറ്റ്ലീസ്റ്റ് ഒരു നെഗറ്റീവ് എക്സിനെങ്കിലും നെഗറ്റീവ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് എക്സിനെങ്കിലും നെഗറ്റീവ് ആവണം. ശരി. അപ്പോൾ ഞാൻ ഇതിന് 0 കൊടുത്തു. ഓക്കെ. 0 കൊടുത്തപ്പോൾ എഫ് ഓഫ് 0യുടെ വാല്യൂ എത്ര കിട്ടി, 0 0 0 -5 ലെസ് ദാൻ 0. ഓക്കെ, ദാറ്റ്സ് ട്രൂ. സോ എഫ് ഓഫ് 0യുടെ വാല്യൂ -5 ആണ് കിട്ടിയിട്ടുള്ളത്, -5. അപ്പോൾ 0യുടെ വാല്യൂ നെഗറ്റീവ് -5 എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഒന്ന് അപ്പോണിങ് പാരബോളയാണ്. അപ്പോൾ നെഗറ്റീവും കൂടിയാണ് 0യുടെ വാല്യൂ. ദാറ്റ് മീൻസ് എപ്പോഴും എന്തായാലും ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ. അപ്പോൾ എന്താണ് 0യുടെ ലെഫ്റ്റ് സൈഡിൽ അതെന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ലേ. അപ്പം എനിക്ക് പറയാൻ പറ്റും ആൽഫ മുതൽ ഈ 0 വരെയുള്ള എല്ലാ ടേംസും അത് നെഗറ്റീവാണ് സ്വാഭാവികമായിട്ട്. 0 ലെഫ്റ്റ് സൈഡാണ് നെഗറ്റീവ്. ആ നെഗറ്റീവ് വാല്യൂസിനൊക്കെ എന്താണ് വൈയുടെ വാല്യൂസ് നെഗറ്റീവ് തന്നെ അല്ലേ. ഈ പറഞ്ഞ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നോക്ക് അറ്റ്ലീസ്റ്റ് 1 നെഗറ്റീവ് എക്സ്, വണ്ണിനും അധികം എക്സുകൾക്ക് നെഗറ്റീവ് എക്സുകൾക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ സാധനം ഏത് എന്ത് വാല്യൂ ആയാലും അതെന്താണ് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പം ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരുമാതിരി ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ.